എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കേക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണ പ്രഭാഷണ പരമ്പര ഇന്ന് 19ാം ദിവസമാണ്. കുട്ടികൾ 41 ദിവസവും ഒരു വ്രതമായിട്ട് ഈ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം പാരായണം ചെയ്യുകയും പ്രഭാഷണം ചെറിയ രീതിയിൽ അവർക്ക് അറിയുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഭക്തജനങ്ങൾ ഈ മഹത്കർമ്മത്തിന് സാക്ഷികളാവുന്നുണ്ട്. കുട്ടികളെ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. പരമാവധി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുന്നുണ്ട്. അവരോടെല്ലാമുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. കുട്ടികളുടെ മാതാപിതാക്കള് നല്ല രീതിയിൽ ഒരു പെയിൻ എടുത്തിട്ടാണ് കുട്ടികളെ ഇതിനു വേണ്ടി തയ്യാറാക്കാൻ ഉത്സാഹിക്കുന്നത്. കാരണം കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് അവരെ ഇരുത്താൻ പറ്റില്ല. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയാലേ കുട്ടികളെ ഇത് പഠിപ്പിക്കാനോ അവതരിപ്പിക്കാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം സമയം, ജീവിതത്തിലെ രണ്ടറ്റം മുട്ടിക്കാനായിട്ടുള്ള ആ തത്രപ്പാടിനിടയ്ക്ക് കുട്ടികളെ നല്ല വഴിക്ക് നയിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ സമയം കണ്ടെത്തുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ എല്ലാവരും പൈസയുടെ പുറകെ ഓടുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ലവരായി വളരണം എന്ന ആഗ്രഹത്തോടു കൂടി മാതാപിതാക്കൾ ഇത്രയും ശ്രദ്ധ കാണിക്കുന്നത് വളരെയധികം അഭിനന്ദനാർഹം തന്നെയാണ്. അവരോട് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. ഇന്നത്തെ പരിപാടി അവതരിപ്പിക്കുന്നത് ഗായത്രി ജി നായർ ആണ്. 4ാമത്തെ അധ്യായം ഇന്ന് തുടങ്ങുകയാണ്. ഭഗവാൻ അനുഗ്രഹത്താൽ 3 അധ്യായം നമുക്ക് പൂർണ്ണമാക്കാൻ സാധിച്ചു. 4ാമത്തെ അധ്യായം ഇന്ന് 1ാമത്തെ ശ്ലോകം മുതൽ 12ാമത്തെ ശ്ലോകം വരെ ഗായത്രി പാരായണം ചെയ്യുകയും ചെറിയ ഒരു സാരം പറയുകയും ചെയ്യും. അതിനുശേഷം നിവേദ സുജിത്, ആ കുട്ടിയാണെന്ന് ഏകശ്ലോകഭാഗവും ജ്ഞാനപ്പാനയും അവതരിപ്പിക്കുന്നത്. നിവേദ അവരുടെ അനിയത്തിക്കുട്ടി തീർത്ഥ 2 പേരുണ്ട്. തീർത്ഥ വേറൊരു ദിവസം അവതരിപ്പിക്കും. ഒരു 2 പേരും തൃശ്ശൂരിൽ നിന്നാണ് ഓൺലൈനിൽ ഇത് കയറി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കുറച്ചു കൊല്ലം മുമ്പ് കോട്ടയത്ത് ഉണ്ടായിരുന്നവരാണ്. അവരുടെ അച്ഛന് ട്രാൻസ്ഫർ വന്നിട്ട് അവർ അങ്ങോട്ട് പോയതാണ്. ബാങ്കിലാണ് അദ്ദേഹം. എന്നാലും അവർ ആത്മീയമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അറിവുണ്ടാകണം എന്ന് അതിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ കുട്ടികളെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാറുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇനിയും മഠത്തിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി പല പാരൻസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആയി പോകാൻ സാധ്യതകളുണ്ടല്ലോ എല്ലാവർക്കും ജീവിതത്തിൽ. അപ്പോഴൊക്കെ ഇതൊരു മാതൃകയായിട്ട് എടുക്കണം. എവിടെ പോയാലും ഇപ്പോൾ ഓൺലൈനിൽ സംവിധാനം ഉള്ളത് കൊണ്ട് എവിടെ പോയാലും ഇതിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സാധിക്കും. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പരിപാടി അവതരിപ്പിച്ച മൈഥിലി. നിറയെ കുട്ടികളുണ്ട് അങ്ങനെ പുറത്തുനിന്നുള്ള. ഇതും കൂടെ എല്ലാവരോടും പറയുക. എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം, നമുക്ക് പഠിക്കാം. അതിനുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ മഠത്തിൽ നിന്ന് ലഭിക്കും. അതും എല്ലാവരിലേക്ക് എത്തിക്കുക. ഏറ്റവും സന്തോഷത്തോടു കൂടി ഗായത്രിയെയും നിവേദയെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഗായത്രിയെ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. നമസ്തേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ തോന്മയാദിതരദാർഥ്വേഷ്വഭിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോച്ചിതകൈതവോത്ര പരമോ നർമ്മസ്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം.
श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तक्षणात् निगमकल्पतरोर्गलितं फलम् शुगमुखादमुदद्रवसंयुतम् पिबत भागवतं रसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिन्नेदु तं सर्वभूतहृदयं मुनिमानतोऽस्मि यस्वानुभावमखिलश्रुतिसारमेकम् आध्यात्मदीपमतितितीर्षतां तमोऽन्धम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपात्तमहं वन्दे परमानन्दमाधवम् यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम भूतैर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुषः भुङ्क्ते गुणान् षोडशात्मकः सोऽलं कृषीष्ट ഭഗവാൻ വജാംസി മേ. ഞാൻ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 4 ശ്ലോകങ്ങൾ 1 മുതൽ 12 വരെയാണ്. സൂത ഉവാച അഥ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭൗക്തിമലൗകികീം നിചലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലഃ വനമാലീ ഘനശ്യാമ പീതവാസാ മനോഹരഃ കാഞ്ചീകലാപരുചിരോ ലസൻ മുകുടകുണ്ടലഃ ത്രിഭംഗലളിതശ്ചാരു കൗസ്തുഭേന വിരാജിതഃ കോടിമന്മദലാവണ്യോ ഹരിചന്ദനചർച്ചിതഃ പരമാനന്ദചിന്മൂർത്തി മധുരോ മുരളീധരഃ ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യമലാനി ച വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവാ ഉത്ഥവാദയഃ തത്കഥാശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിതാഃ തഥാ ജയ ജയ രാവോ രസപുഷ്ടീരലൗകികീ ചൂർണപ്രസൂനവൃഷ്ടിശ്ച മുഹുഃ ശംഖരവോऽഭ്യഭൂത് തത്സഭാ സംസ്ഥിതാനാം ച ദേഹഗേഹാത്മവിസ്മൃതിഃ ദൃഷ്ട്വാ ച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രവീത് അലൗകികോऽയം महिमा മുനീശ്വരാः സപ്താഹജന്യോऽദ്യ വിലോകിതോ മയാ മൂഢാ യേ പശുപക്ഷിണോऽത്ര സർവേऽപി നിഷ്പാപതമാ ഭവന്തി അതോ നൃലോകേ നനു നാസ്തി കിഞ്ചിത് ചിത്തസ്യ ശോധായ കലൗ പവിത്രം അഘൗഘവിധ്വംസകരം തഥൈവ കഥാസമാനം ഭുവി നാസ്തി ചാന്യത്
के विशुध्यन्ति वदन्तु मह्यं सप्ताहयज्ञेन कथामयेन कृपालुभिर्लोकहितं विचार्य प्रकाशितः कोऽपि नवीनमार्गः। कुमारा ऊचुः ये मानवा पापकृतस्तु सर्वदा सदा दुराचाररदा विमार्गगाः क्रोधाग्निदग्ध कुटिलाश्च कामिनः सप्ताहयज्ञेन कलौ पुनन्दिते सत्येन हीना पितृमातृदूषका तृष्णाकुलाश्चाश्रमधर्मवर्जिताः ये दाम्भिका मत्सरिणोऽपि हिंसकाः സപ്താഹയജ്ഞേന കലൗ പുനന്ദിതേ. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. അനന്തരം ഭക്തന്മാരുടെ ഹൃദയത്തിൽ അലൗകികമായ ഭക്തി നന്നായി വളർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഭക്തന്മാരിൽ പരമപ്രേമമുള്ളവനും പാദം വരെ നീണ്ടു കിടക്കുന്ന വനമാലയെ ധരിച്ചവനും മേഘം പോലെ ശ്യാമള നിറമുള്ളവനും രണ്ടു മഞ്ഞപ്പട്ടിൽ ഒന്നിനെ ഉടുത്തവനും മറ്റൊന്നിനെ ഉത്തരീയമായി ധരിച്ചവനും കാണുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നവനും അരയിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണം നിമിത്തം മനോഹരനും അത്യന്തം പ്രകാശിക്കുന്ന കിരീടകുണ്ടലങ്ങളോട് കൂടിയവനും ഉദരത്തിൽ കാണപ്പെടുന്ന ത്രിവലിയാൽ സുന്ദരനും മനോഹരമായ കൗസ്തുഭരത്നത്താൽ പ്രകാശിക്കുന്നവനും കോടി മന്മഥ സദൃശ സൗന്ദര്യമുള്ളവനും രക്തചന്ദനത്തെ ദേഹത്തിൽ പൂശിയവനും പരമാനന്ദവും ചൈതന്യവുമാകുന്ന സ്വരൂപത്തോടു കൂടിയവനും ഏവർക്കും പ്രിയത്തെ ജനിപ്പിക്കുന്നവനും മുരളിയെ കയ്യിൽ ധരിച്ചവനുമായ ഭഗവാൻ വൈകുണ്ഠത്തെ വെടിഞ്ഞ് ഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു. വൈകുണ്ഠത്തിൽ വസിക്കുന്നവരായ ഉദ്ധവർ മുതലായ വിഷ്ണു ഭക്തന്മാർ ആ ഭാഗവത കഥ കേൾക്കുന്നതിനായി മറ്റുള്ളവർക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം രൂപങ്ങൾ ധരിച്ചുകൊണ്ട് സപ്താഹ വേദിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ജയ ജയ എന്ന ശബ്ദവും ലോകത്തിൽ കാണപ്പെടാത്ത രസപുഷ്ടിയും മലർപ്പൊടി പുഷ്പങ്ങൾ എന്നിവയുടെ വർഷവും വീണ്ടും വീണ്ടും ശംഖനാദവും മുഴങ്ങിക്കേട്ടു. ആ സഭയിൽ ഇരുന്നിരുന്നവരൊക്കെ വീടും ശരീരവും മറന്ന് ആത്മവിസ്മൃതിയിലായി. എല്ലാവർക്കും ഞാൻ എന്നും എന്റേതെന്നുമുള്ള വിചാരം ഇല്ലാതെയായി. ഇത് കണ്ട നാരദമുനി പറഞ്ഞു, ഹേ മുനീശ്വരന്മാരെ, സപ്താഹത്തിൽ നിന്നും ഉണ്ടായ അലൗകികമായ ഈ മാഹാത്മ്യം ഞാൻ ഇന്ന് കണ്ടു. പണ്ഡിതന്മാർ മാത്രമല്ല, പശുപക്ഷികൾ തുടങ്ങിയ ജീവജാലങ്ങളും ദുഷ്ടാത്മാക്കൾ പോലും പാപമില്ലാതെ പരിശുദ്ധരായി ഭവിക്കുന്നു. അതിനാൽ കലിയുഗത്തിൽ ചിത്തശുദ്ധി വരുത്തുന്നതിനും പാപസംഘത്തെ നിശ്ശേഷം നശിപ്പിക്കുന്നതിനും ഭാഗവത കഥാ പ്രസ്താവത്തോട് തുല്യമായിട്ട് വേറെ പരിശുദ്ധ കർമ്മം മനുഷ്യലോകത്തില്ല. കഥാരൂപത്തിലുള്ള സപ്താഹയജ്ഞം കൊണ്ട് ആരൊക്കെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് എന്നോട് പറയൂ. കാരുണ്യമുള്ളവരാൽ ലോകഹിതത്തിനായി ഏതോ ഒരു പുതിയ മാർഗം പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുമാരന്മാർ അപ്പോൾ പറഞ്ഞു, ഏതൊരു മനുഷ്യൻ എപ്പോഴും പാപം ചെയ്യുന്നുവോ അവനും ദുരാചാരത്തിൽ തർപ്പണനായി ഉള്ളവനും നിഷേധ കാര്യങ്ങളെ ചെയ്യുന്നവനും ക്രോധം കൊണ്ട് സ്വയം ദഹിക്കുന്നവനും വളഞ്ഞ ബുദ്ധി ഉപയോഗിക്കുന്നവർ അത്യാഗ്രഹികൾ എന്നിവരെല്ലാം സപ്താഹയജ്ഞത്താൽ പരിശുദ്ധരായി ഭവിക്കുന്നു. ശുദ്ധീകരണം കിട്ടാൻ പ്രയാസമുള്ളവർക്ക് പോലും ശുദ്ധി ലഭിക്കുമെന്ന് സാരം. സത്യം വിട്ടു നടക്കുന്നവർ, മാതാപിതാക്കളെ ദുഷിക്കുന്നവർ, ദുരാശ കൊണ്ട് മനസ്സ് നിറഞ്ഞവർ, ആശ്രമധർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവർ, അഹങ്കാരികൾ, മത്സരബുദ്ധികൾ, ഹിംസാ സ്വഭാവമുള്ളവർ ഇവർ പോലും സപ്താഹം കേട്ടതുകൊണ്ട് ശുദ്ധരായി ഭവിക്കും. ഇവർ ഭാഗവത കഥ കേൾക്കുന്നതുകൊണ്ട് പശ്ചാത്താപത്തോടു കൂടി ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിച്ച് സദാചാര തൽപരനായി മാറുമെന്നർത്ഥം. എനിക്ക് ഈ മണ്ഡലകാലത്ത് ഭാഗവത മാഹാത്മ്യത്തിന്റെ കുറച്ച് ശ്ലോകങ്ങളും അതിന്റെ സാരവും പറയാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ മറ്റെല്ലാ ഗുരുക്കന്മാരോടും എന്റെ നന്ദി അറിയിക്കുന്നു. മോളുകുട്ടി നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നമുക്ക് ബാക്കി പിന്നെ കേൾക്കാവേ. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു കേട്ടോ. പറയാൻ നിവേദ. ആദൗ ദേവകി ദേവി ഗർഭജനനം
ഗോപീഹൃദയവർത്തനം മായാഭൂതന ജീവിതാപഹരണം ഗോവർത്തനോദാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തിസുതാപാലനം ഏതത് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സബേലമാക്കിയിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ടതടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നെ കേൾപ്പീനെല്ലാവരും. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതും മുൻപിനാൽ. 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. നരി ചത്തു നരേനായി പിറക്കുന്നു, നാരി ചത്തോടെ നൂരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി എന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വില നീലമാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർമ്മയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. യുഗം 4ലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും. അത്രമത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം. ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിട കൊണ്ടു പോവാനൊരുത്തർക്കും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനും നാം വൃത. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. ചിതകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണം നമ്മവരും. ഏതു ദിക്കിലിരിക്കലും തന്നെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നെങ്കിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നെങ്കിലും. ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം
കിട്ടിയിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ബ്രഹ്മച്ചു ചൊല്ലുവൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. നന്നായിട്ട് ചൊല്ലി കേട്ടോ. ശരിക്കും പറഞ്ഞ വൈകുന്നേരം ഇങ്ങനെ സന്ധ്യക്ക് വിളക്ക് കൊളുത്തി ഇങ്ങനെ ഇരുന്ന് അത് കേൾക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. മോളുടെ ട്യൂണും നല്ല ട്യൂൺ, സാധാരണ കേൾക്കാത്ത ഒരു ട്യൂൺ, അത് നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്യൂണായിരുന്നു. വളരെ നന്നായിരുന്നു കേട്ടോ മോളെ, സൂപ്പർ. അച്ചേട്ടാ പരമേശ്വരേ, ഈ ഗായത്രിയും നിവേദയും ഈ കുട്ടിക്കാലത്ത് തന്നെ ഇവർക്ക് ഇങ്ങനെ മഹാഭാഗ്യം ഉണ്ടായത് ആരോട് നന്ദി പറയാനാണ്? കാലം അതുപോലെ ദുർഘടം പിടിച്ച ഒരു സന്ദർഭത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കലികാല ദോഷങ്ങൾ നമുക്ക് വിഭാവന ചെയ്യുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ്. ഒരിടത്തും സ്വസ്ഥതയും സമാധാനവും ഇല്ല. കലികാലത്ത് തപസ്സും സദാചാരവും എല്ലാം നശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധർമ്മവും വഞ്ചനയുമാണ് ഇവിടെയും. ദുർജനങ്ങളെ ആടിത്തിമിർക്കും. കലികാല ദോഷങ്ങൾ എന്തൊക്കെയാണ് ഭാഗവതത്തിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം കേൾപ്പിച്ച് പണ്ഡിതനെന്ന് അടിച്ച് ധനസമ്പാദനം നടത്തുന്നവരെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഭഗവാനെയും ഭഗവത് വിഗ്രഹങ്ങളെയും വിറ്റുവരെ പണമുണ്ടാക്കുന്നവരാണ് ചുറ്റിനും. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ശബരിമല സംഭവങ്ങളൊക്കെ. സുഖമെന്ന് കരുതി ചെയ്യുന്ന അധർമ്മങ്ങളുടെ ആത്യന്തികമായ ഫലം കൊടിയ ദുരന്തങ്ങളും ദുഃഖവും മാത്രമാണ്. ഭഗവാൻ അതികാരുണ്യവാനായതുകൊണ്ട്, അഹൈതിക കൃപാസിന്ധുവായതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്തിപൂർവം ഹരിയെ സേവിക്കുക, അതായത് ഭഗവാനെ ഭക്തിയോടെ ശരണം പ്രാപിക്കുക. എങ്ങനെയാ? ഭാഗവത കീർത്തനങ്ങൾ പാടിയും പറഞ്ഞു. അതാണിപ്പോൾ ഈ ഗായത്രിയും നിവേദിയും അതുപോലുള്ള 10-60 കുഞ്ഞുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കാൻ പോലും പറ്റില്ല, അചിന്ത്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നുകയാവാൻ എന്ന് പറയുന്നത് ഈ കാലത്ത് മാതാപിതാക്കളും ഗുരുക്കന്മാരും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെ. അതും അനേക ജന്മങ്ങളിലെ സുഹൃതം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും കൂടി നടന്ന് ഭാഗവതം കയ്യിലെടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന മൗഢ്യമാണ്, നടക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ചുറ്റും നിരവധി കുട്ടികൾ ഇതേ പ്രായത്തിലുള്ളവരുണ്ട്. എന്തേ ആരും വരാത്തത്? സുഹൃതമില്ലായ്മ. ഈ സമയത്ത് എന്തെങ്കിലും എല്ലാ തടസ്സങ്ങളുണ്ടാവും. ഭാഗവതം ശ്രവിക്കുകയും ഭാഗവതം പാടുകയും ഭാഗവതം പറയുകയും ഭാഗവതം കേൾക്കുകയും ചെയ്യുന്നത് ജന്മാന്തര പുണ്യം കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. അത് കുഞ്ഞുങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് നിർവഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എത്രയേറെ അനന്തകോടി നമസ്കാരങ്ങൾ പറഞ്ഞാലും മതിയാവില്ല. കുഞ്ഞുങ്ങളെ നിങ്ങൾ തുടരണം. നിങ്ങളുടെ ജീവിതാന്ത്യം വരെ നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ ശ്രീഹരി ഭാഗവതത്തിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മനോഹരമായ മറ്റൊരു രാത്രി കൂടി. 2 കുഞ്ഞുങ്ങളും, ഗായത്രി, നിവേദ. ഗായത്രി വളരെ ഭംഗിയായി, അതിൻ്റെ ഒപ്പം ഇന്ന് എടുത്തു പറയാവുന്നത് ഗായത്രി ത്രൂ ഔട്ട് നല്ലൊരു പുഞ്ചിരിയോടുകൂടി, വളരെ പ്രസന്നമായ മുഖത്തോടുകൂടി, ഒട്ടും ടെൻഷനില്ലാണ്ട് നല്ല ഭംഗിയായി പാരായണം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പ്രഭാഷണവും അതുപോലെ നല്ല ഭംഗിയായി ചെയ്തു. അഭിനന്ദനങ്ങൾ ഗായത്രി. നിവേദക്കുട്ടി അതേപോലെ തന്നെ അന്ന് നേരത്തെ സാറ് പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് നാമജപം ജപിക്കുന്ന അത്രയും അതേ രീതിയിൽ, അത്രയും ഭംഗിയായ രീതിയിൽ വളരെ മയത്തോടുകൂടി
ഭഗവാൻ കേൾക്കട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ നല്ല ഭക്തിപൂർവ്വം നന്നായി ചൊല്ലി. വളരെ നന്നായിരുന്നു. അവൾക്ക് കുറച്ചൊരു ത്രോട്ടിന്റെ ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു അല്ലേ? എന്നാൽ അതൊന്നും കാര്യമാക്കിയില്ല, നന്നായി ചൊല്ലി, വളരെ നന്നായിരുന്നു. രണ്ടുപേർക്കും വളരെ സന്തോഷം. അതോടൊപ്പം അഭിനന്ദനങ്ങളും ആശംസകളും. ഇനിയും കൂടുതൽ കൂടുതൽ നന്നായി വരാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമസ്കാരം സായിറാം സർ. ഗായത്രി, ഇപ്പൊ സൂര്യൻ സാർ പറഞ്ഞ പോലെ മോള് ഹസ്മുക്കായിട്ട് വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി വളരെ അനായാസ ലളിതമായിട്ടാണ് മോള് ചൊല്ലിയതും പ്രഭാഷണം ചെയ്തതും. നന്നായിരുന്നു മോളെ, വളരെ നന്നായിരുന്നു. പിന്നെ ഈ നമ്മുടെ എന്താ ആ കുട്ടിയുടെ പേര്? നിവേദ. വേറൊരു മീൻസ് അമ്മൂമ്മമാര് പാടുന്ന ആ ഒരു വരുന്ന അതിന്റെ ഒരു ട്യൂണില് നന്നായിരുന്നു മോളെ. ജ്ഞാനപ്പാന ഒരു ഡിഫറെന്റ് സ്റ്റൈലിൽ പാടി, നന്നായിരുന്നു. രണ്ടുപേരും പുഞ്ചിരിച്ചുകൊണ്ടാണ് പാരായണം ചെയ്തതും പറഞ്ഞതും. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചിരിയുടെ ഒരു എനർജി കേൾക്കുന്നവരിലേക്കും കൂടി നിങ്ങൾ പകരുന്നുണ്ട്. നിങ്ങളുടെ ഈ പാരായണത്തിനും പ്രഭാഷണത്തിനും ഒപ്പം ആ ഒരു മുഖത്തെ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, അതും കൂടി ഈ അനുവാചകരിലേക്ക് നിങ്ങൾ പകരുന്നുണ്ട്. എത്ര അതിന്റെ ഒരു സുഖം വേറെയാണ്. നന്നായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു. രേഷ ആ, മോളെ, സായിറാം. രേഷ മോളെ വളരെ നന്നായിരുന്നു കേട്ടാ. നന്നായി. ആ ചിരി അത് വളരെ നന്നായി കേട്ടാ. ഇപ്പോഴും പറഞ്ഞപ്പോഴും അത് തന്നെയാണ് ചെയ്തത്. നല്ല ഈ ചിരിച്ചുകൊണ്ടുള്ള മുഖം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ഇന്ന് മോള് പറഞ്ഞത് ഭഗവാനെ വർണ്ണിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ ഈ ഭഗവാനെ വർണ്ണിക്കുമ്പം നമ്മുടെ മനസ്സിലേക്കൊക്കെ, ഞങ്ങളെ കേൾക്കുന്നവരുടെ ഒക്കെ മനസ്സില് ഉടനെ ഭഗവാൻ എത്തിച്ചേരുകയാണ്. അപ്പം മോള് അറിയുന്നില്ല, മോള് പറയുന്നതിന്റെ ആ ഒരു മഹത്വം മോൾ അറിയുന്നില്ല. പക്ഷെ കേൾക്കുന്ന ഞങ്ങൾക്ക് കൂടുതൽ വനമാലി ഘനശ്യാമ എന്നൊക്കെ പറഞ്ഞ് മോള് പറഞ്ഞപ്പോ പെട്ടെന്ന് ഗുരുവായൂരപ്പന് ഓടി മനസ്സിലോട്ട് വന്നതുപോലെ. അപ്പോ ഭാഗവത ധർമ്മം അത് തന്നെയാണ്. മോള് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ധർമ്മമാണ്. ഭാഗവതം പഠിപ്പിക്കുന്നത് അത് തന്നെ. ഒരാളുടെ മനസ്സിൽ ഭഗവാനെ കൊണ്ടെത്തിക്കുക. മോള് ഇന്നത്തെ ആ രൂപം വർണ്ണിച്ചപ്പോ തന്നെ ഗുരുവായൂരപ്പൻ ഓടി വന്നു കഴിഞ്ഞു മനസ്സിലേക്ക്. അതിൽ കൂടുതൽ ഒരു പുണ്യകർമ്മം വേറെ ഇല്ല മോള് ചെയ്യുന്നത്. ഏറ്റവും വലിയ പുണ്യമാണ് മോള് ചെയ്യുന്നത്. ഒരാളുടെ മനസ്സിൽ ഭഗവാന്റെ രൂപത്തിനെ പതിപ്പിക്കുക. ഉത്തമമായി മോളെ, ഉത്തമം. ഇനിയും ഇതുപോലെ മേൽക്കുമേൽ നിറയെ ഈ 18,000 ശ്ലോകങ്ങളും പരമേശ്വരൻ സാറിൽ നിന്ന് പഠിച്ച് ഈ ഭാഗവതം മുഴുവൻ നോക്കി ഇതുപോലെ എല്ലാരെയും പറഞ്ഞ് കേൾപ്പിച്ച് ആ പുണ്യം മുഴുവൻ നേടാൻ ഭഗവാൻ സഹായിക്കട്ടെ കേട്ടോ. ഉത്തമം. ഗുരുവായൂരപ്പ ശരണം. ഇനി അടുത്ത ആള് മോള് നന്നായി പാടി. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു, ഞങ്ങളുടെ വീട്ടിന്റെ ഓപ്പോസിറ്റിൽ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. എന്നും സന്ധ്യക്ക് ഇത് ചൊല്ലും, ഞങ്ങളത് കേൾക്കും. അപ്പൊ ഈ ജ്ഞാനപ്പാനയൊക്കെ ഈ മലയാളം എനിക്ക് അത്ര, അന്നൊന്നും ഞങ്ങൾ വീട്ടിൽ തമിഴ് കൂടുതൽ സംസാരിക്കുന്നവരായിരുന്നു. അപ്പൊ ഈ മലയാളം അത്ര പെട്ടെന്നൊന്നും കയറി വരില്ലായിരുന്നു. അപ്പൊ ഈ അമ്മൂമ്മ പാടുന്നത് കേട്ട് കേട്ടാണ് ജ്ഞാനപ്പാനയോട് എനിക്ക് ഇഷ്ടം തന്നെ തോന്നിയത്. എന്റെ അമ്മയൊക്കെ തമിഴ് പാട്ടുകളൊക്കെയാണ് കൂടുതൽ വീട്ടിൽ പാടിയിരുന്നത്. അപ്പൊ ഈ അമ്മൂമ്മ എന്നും ചൊല്ലും, ഞങ്ങൾ ഇരുന്ന് കേൾക്കും. ഞങ്ങളുടെ പഴയ കാലമല്ലേ, അപ്പൊ വീടൊക്കെ നമുക്ക് കാണാം. ഇന്ന് അതേപോലെ എനിക്ക് പെട്ടെന്ന് ആ അമ്മൂമ്മ ഓർമ്മ വന്നു. നന്നായിരുന്നു മോളെ. ആ ഒരു പഴയ കാലത്തിന്റെ ആ ഒരു ട്യൂണി പാടിയത് വളരെ നന്നായി. ഗുരുവായൂരപ്പനെ പറ്റി പാടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിവേദ്യമാണ് ജ്ഞാനപ്പാന. അപ്പൊ നിങ്ങളൊക്കെ ഈ അമ്മയൊക്കെ പായസമൊക്കെ ഉണ്ടാക്കി നിവേദിക്കുന്നൊന്നും വിചാരിക്കണ്ട. മോള് കൊടുക്കുന്ന ഏറ്റവും വലിയ പാൽപ്പായസ ഇന്ന് കൊടുത്തത് കേട്ടാ. വലിയ നിവേദ്യമായി. നന്നായിരുന്നു കേട്ടോ മോളെ. ജ്ഞാനപ്പാന അസലായിട്ട് ചൊല്ലി. ഒരു ഇച്ചിരി പേടി ഉണ്ടായിരുന്നോന്ന് എനിക്ക് തോന്നി. വേണ്ട, കുഞ്ഞോള് നല്ല ഹാപ്പി ആയിട്ട് ഗുരുവായൂരപ്പനെ വിളിച്ചോളൂ. ഭഗവാൻ അത് കേട്ട് സന്തോഷിക്കും കേട്ടോ. ഉത്തമം മോളെ. ഞങ്ങളൊക്കെ വളരെ സന്തോഷിച്ചു. ആൾക്കാർ മുഴുവൻ പറയാൻ സാധിക്കട്ടെ ഇതുപോലെ കേട്ടോ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് കുഞ്ഞുങ്ങളെ. താങ്ക് യു. സായിറാം. നമസ്കാരം എല്ലാവർക്കും. വളരെ നന്നായിരുന്നു. എന്താ പറയുന്നത്, സംഗീതാത്മകമായിരുന്നു പാരായണവും. വർണ്ണന ഉണ്ടല്ലോ, ശരിക്കും ആ വർണ്ണന കേട്ടപ്പോ അങ്ങനെ ഇരുന്നു പോയി. ഭഗവാനെ മുമ്പിൽ കണ്ട പോലെ. ശരിയാണ് അവരൊക്കെ പറഞ്ഞത്, എല്ലാവരും അത് തന്നെയാ പറയുന്നത്.
കൂടുതലൊന്നും പറയാനില്ല. അതുപോലെ ജ്ഞാനപ്പാണിയും വളരെ നന്നായിരുന്നു. രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. എല്ലാവരുടെയും ഉണ്ടായി. സായിരാം, നമുക്ക് നാളത്തെ പ്രോഗ്രാം നോക്കാം. മാമി പറഞ്ഞോളൂ, മ്യൂട്ടായി ഇടയ്ക്ക്. കുഴപ്പമില്ല, അതാ തീർന്നു. അത്രേ ഉള്ളൂ. രണ്ടുപേരെ അനുഗ്രഹിച്ചോ, അത്രേ ഉള്ളൂ. രണ്ടുപേർക്കും നല്ല ഭാവിയുണ്ട്. രണ്ടുപേരും നല്ലോണം മുമ്പോട്ട് പോകണം ഇത് കൊണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോൾ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സായിറാം. നാളെ 20-ാം ദിവസം 4-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം മുതൽ 26-ാമത്തെ ശ്ലോകം വരെ നാളെ പാരായണം ചെയ്യുന്നതും ചെറിയ രീതിയിൽ സാരം പറയുന്നതും അനന്യ അനു. അതിനുശേഷം നമ്മുടെ കൊച്ചു കുഞ്ഞായ ജാനകി രാഹുൽ ആണ് നാളെ ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും പാരായണം ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമുക്ക് വളരെ സന്തോഷത്തോടെ കാത്തിരിക്കാം. എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുക. കുട്ടികളെ അനുഗ്രഹിക്കുക. ഇന്നത്തെ പോലെ എല്ലാവരും ഒന്ന് അനുഗ്രഹിക്കണം. അവർക്ക് നല്ല എനർജി കൊടുക്കണം. അവരെ ഇതിൽ നിഷ്ഠയോടെ ഇതിൽ തുടരുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിക്കേണ്ട ധർമ്മം നമ്മുടെയാണ്. അതെല്ലാവരും നല്ല രീതിയിൽ നിർവഹിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നമസ്കാരം. സായിറാം സർ. സായിറാം സർ. സായിരാം. സായിറാം സർ. സായിറാം സർ. സായിരാം. സായിറാം സർ. സായിറാം സർ. സായിരാം. സായിറാം സർ.